ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പഴയൊരു അക്കൗണ്ട് പൊടിയട്ടി എടുക്കലാണ്. അതായത് ഇതെൻ്റെ അനിയൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. അതായത് ഈ പബ്ജി വന്ന ആ ടൈം ഉണ്ടല്ലോ, ആ പബ്ജി വന്ന ആ സമയം തൊട്ട് ഇത് ഡിയാക്റ്റീവാണ്. മാത്രമല്ല ഇടയിൽ ആ സമയത്ത് ഒരാൾക്ക് മെയിൻറ്റെയിൻ അല്ല, ജസ്റ്റ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇതിൽ വീഡിയോയിൽ പറയുന്നതാണ്. മാത്രമല്ല ഞാൻ മെയിനായിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുകയെന്ന് വെച്ചാൽ അനിയൻ കളിക്കുന്ന കണ്ടിട്ടാണ്. അപ്പോൾ അവനിങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ഞാൻ പറയും, ഇതൊന്നും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ സംഭവം, എനിക്ക് വേറെ എന്തെങ്കിലും ഗെയിം കളിച്ചുകൂടെ, ഇതെന്തെന്ന് പ്രാന്തെന്നെല്ലാം പറഞ്ഞ് നടക്കണം. എന്നിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ വഴക്ക് അവന് ഞാൻ പറഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ തുടങ്ങേണ്ട അവസ്ഥ വന്നു. പിന്നെ എൻ്റെ ഉള്ള മെയിൻ ഗെയിം എന്ന് വെച്ചാൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ്. പിന്നെ ക്ലാഷ് ഓഫ് റോയൽ ഉണ്ട്, പക്ഷേ ഞാൻ അധികം കളിക്കാറില്ല. അപ്പോൾ ഓൾവേസ് ലവ് വിത്ത് ക്ലാഷ് ഓഫ് ക്ലാൻസ്. പിന്നെ അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് വെച്ചാൽ നമ്മുടെ വില്ലേജർ, അതായത് വില്ലേജ് കേളുണ്ടല്ലോ, അവളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അവളെന്ന് വെച്ചാൽ നമ്മളെ തെറ്റിദ്ധരിക്കും. അതായത് എന്താ പറയുക, ഗോബ്ലിൻ ചീഫ് എന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം തെറ്റിദ്ധരിക്കും. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വില്ലേജർ ഇങ്ങനെ പറയുന്നുണ്ട്, ഗോബ്ലിൻ ചീഫ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിലത്തെ ചെറിയ 2 ക്ലിപ്പ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 2-3 വാക്കും തോന്നുന്നു, 2-3 വാക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വില്ലേജർ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ റിസോഴ്സസ് എല്ലാം അറ്റാക്ക് ചെയ്തിട്ട് എടുക്കുന്നവരെ കൊണ്ട് മടുത്തുന്നെല്ലാം പറഞ്ഞിട്ട് ഇനി വെറുതെ ഒന്നും കിട്ടത്തില്ല, അറ്റാക്ക് ചെയ്ത് വേണമെങ്കിൽ എടുത്തു, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഗോബ്ലിൻ ചീഫ് എന്ന് വെച്ചിട്ട് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അറ്റാക്ക് കിട്ടുന്നുണ്ട്, അതായത് നമ്മുടെ സ്വന്തം വില്ലേജ് നമ്മൾ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറ്റാക്കിങ്. അപ്പോൾ ഈ സ്ക്രീനെല്ലാം ആക്ച്വലി ഈ വീഡിയോ, അതായത് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത് അവൻ തന്നെയാണ്. അപ്പോൾ അവൻ തന്നെയാണ് ഇങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം അറ്റാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആകാംക്ഷയോടെ എല്ലാം നോക്കുന്നുണ്ട്. അതായത് കുറേ വർഷമായി അവൻ കളിക്കാണ്ട് അങ്ങനെ ടച്ചെല്ലാം വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നവർക്ക് തിരിയും. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അറ്റാക്കിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ഇത്ര ട്രൂപ്സ് ഉള്ളൂ, അപ്പോൾ ഇവർ 3 സ്റ്റാർ അടിക്കാണ്ട്, അതായത് 3 സ്റ്റാർ അടിക്കും വരെ അവർ നമുക്ക് ട്രൂപ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തിരിഞ്ഞില്ലായിരുന്നു. പിന്നെ അറ്റാക്ക് ചെയ്ത് എല്ലാം ട്രൂപ്പ് അയ്യോ 3 സ്റ്റാർ ഒന്നും കിട്ടിയില്ലല്ലോ. പിന്നെ നോക്കുമ്പോൾ പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരോ ട്രൂപ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചുമ്മാ ജസ്റ്റ് ഒരു അറ്റാക്ക് മാത്രമാണ്. അവനൊരു ആകാംക്ഷ, അവനിങ്ങനെ ജസ്റ്റ് ഓപ്പണാക്കി കുറേ വർഷത്തിന് ശേഷം ഓപ്പണാക്കിയിട്ട് കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അറ്റാക്കിങ് നോക്കാം ജസ്റ്റ്. പിന്നെ നോക്കാം, നിങ്ങളുടെ ആ വില്ലേജിൽ കണ്ടു കുറേ ഡെക്കറേഷൻസ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലരും ഞാൻ ഷോർട്സിൽ കുറേ ഇങ്ങനെ റിമൂവൽ അടിക്കുന്നുണ്ട്. റിമൂവൽ അതായത് ക്രിസ്മസ് ട്രീ ആണെങ്കിലും വേറെ എന്തൊക്കെയോ റിമൂവ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ പറയുന്നത് ഇതൊക്കെ ഇനി കിട്ടൂല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, അത് ഇഷ്ടംപോലെ ഉണ്ട്. ആ ഇഷ്ടംപോലെ ഉള്ളതിനെയാണ് ഞാൻ ഇങ്ങനെ വെട്ടി മാറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മെല്ലെ മെല്ലെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഷവൾ ഇല്ലാത്തത് കൊണ്ടാണ് കുറേ എണ്ണം അങ്ങോട്ട് മാറ്റാൻ കിട്ടാത്തത്. അപ്പോൾ ചില റെയർ ഐറ്റംസ് എല്ലാം അതിൻ്റെ ഇടയിലുണ്ട്, അതിനൊക്കെ ഞാൻ ഏകദേശം മാറ്റിയിട്ടുണ്ട്. കുറേ ഉള്ളതിനെ മാത്രമാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്, അല്ലാണ്ട് റെയർ ഐറ്റംസിനൊന്നും ഞാൻ റിമൂവ് ചെയ്യൂല. കുറേ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ റിമൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആർമീസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ 7 ബേബി ഡ്രാഗൺസ് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ 3 സ്റ്റാർ അടിക്കുന്നവരെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓ, യു ആർ പ്രിറ്റി സ്ട്രോങ് ഫോർ എ ഗോബ്ലിൻ. യു ആർ നോട്ട് എ ഗോബ്ലിൻ ചീഫ്, ഈസ് ഇറ്റ് റിയലി യു? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, താങ്ക് ഗോഡ്നെസ് യു ആർ ബാക്ക്, സോറി ഫോർ മിസ്റ്റേക്കിംഗ് യു ഫോർ എ ഗോബ്ലിൻ ചീഫ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വില്ലേജർ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മുടെ ഗോബ്ലിൻ ചീഫിനെ പോലെ കരുതി അങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ വില്ലേജർ തന്നെ പറയുന്നുണ്ട്, എ ലോട്ട് ഓഫ് ഹാപ്പൻഡ് ഹിയർ ബിഫോർ, അങ്ങനെയെല്ലാം പറഞ്ഞ്. സത്യമാണ്, അവന് ഇത് കളിക്കുന്നതിന് മുമ്പ് കുറേ എന്തൊക്കെയോ നിർത്തിയതിന് ശേഷം എന്തെല്ലോ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല വെച്ചാൽ ഡെയിലി റിവാർഡ്സ് കിട്ടുന്നുണ്ട് അതിന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത് ഡെയിലി റിവാർഡ്സ് നല്ല റിവാർഡ്സാണ്. അപ്പോൾ റിവാർഡ്സ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഒരു അക്കൗണ്ടിനടുത്ത് ഇങ്ങനെ ആക്കിയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും തോന്നുന്നത്. ഡെയിലി റിവാർഡ്സിന് വേണ്ടിയിട്ട് ചില അക്കൗണ്ട്സൊക്കെ എന്താ പറയുക ഡീആക്റ്റീവ് ആക്കി വെച്ചേക്കണ്. അപ്പോൾ ആർമി ട്രൂപ്സ് കണ്ടമാനം എന്തൊക്കെയോ ട്രൂപ്സൊക്കെ കുക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വില്ലേജർ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലായിടത്തും പോകണം എന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്യണം, ആർമി ട്രൂപ്പ് ചെയ്യണം, അതെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ലൂട്ടാണ്. അപ്പോൾ വലിയൊരു മാസീവ് ലൂട്ട് തന്നെയുണ്ട് അവിടെ. 16 മില്യൺ ആണുള്ളത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് എത്രയാണത്? ഓക്കെ, ബ്ലാക്ക് എത്രയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ സ്റ്റോറേജ് മൊത്തം ഫില്ലായിട്ടുണ്ട്. 18 മില്യൺ സ്റ്റോറേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ മതി, ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ അഞ്ച് ബിൽഡേഴ്സേ ഉള്ളൂ. ടൗൺ ഹോൾ 13 ആണ്, 5 ബിൽഡേഴ്സേ ഉള്ളൂ. അപ്പോൾ 5 ബിൽഡേഴ്സിനെയും ബിസിയാക്കാൻ ഇത് തന്നെ ധാരാളം തന്നെയാണ്. അപ്പോൾ ആദ്യം കണ്ടമാനം എന്തൊക്കെയോ അവന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ബിൽഡിങ്ങിനെല്ലാം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ലൂട്ട്. എന്നിട്ട് പിന്നെയും ബാക്കിയുണ്ട് കേട്ടോ, ലൂട്ട് പിന്നെയും ബാക്കിയുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത്. ഓക്കെ, ജെം കളക്റ്റഡ്. ഓക്കെ, അന്നേരം ഞാൻ ഈ വീഡിയോ മുമ്പേ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്താ പറയുക കുറച്ച് ഇത് വലിയ ലോങ് വീഡിയോ അല്ലേ, അപ്പോൾ അതിനെല്ലാം എഡിറ്റ് ചെയ്യണം. പിന്നെയെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാനിത് ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ വാൾസും കാര്യങ്ങളെല്ലാം അന്നേരമാണ് മറ്റേ ഇത് വരുന്നത്, നമ്മുടെ ഹാമർ ജാമെല്ലാം വരുന്നത്. ഹാമർ ജാമിൻ്റെ ആ സമയത്തെല്ലാം ഞാൻ പോയിട്ട് മാക്സിമം വാൾസെല്ലാം അപ്ഗ്രേഡ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ വാൾസെല്ലാം എന്ന് വെച്ചാൽ 11 ടൗൺ ഹോൾ 11 വാൾസ് ഉണ്ട്. അപ്പോൾ മാത്രമല്ല പിന്നെ കുറേ എണ്ണം 12 വാൾസ്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഏകദേശം വന്നപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയന് വേറെ ഒരുത്തന് വേണ്ടിയിട്ടും ജസ്റ്റ് അവനിങ്ങനെ ഞാൻ കളിച്ചോട്ടേ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനിങ്ങനെ സ്വന്തമായിട്ട് കൊടുത്തതല്ല, അക്കൗണ്ട് സ്വന്തമായിട്ടൊന്നും കൊടുത്തതല്ല. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന് കയറി വന്നു. എന്നിട്ട് മൊത്തം നമ്മുടെ ക്ലാൻ മെമ്പേഴ്സിനറിയാം, ക്ലാൻ മെമ്പേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനും വേറെ ഈ അക്കൗണ്ടായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനോട് കുറേ പറഞ്ഞു, ഇത് ഞാൻ കളിക്കുന്നുണ്ട്, എനിക്ക് തന്നതാ, നിനക്ക് സ്വന്തമായിട്ട് തന്നതല്ലല്ലോ, പിന്നെന്തിനാ നീ ഇതൊക്കെ. അങ്ങനെ കുറേ വഴക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് സ്മൂത്താവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തുന്നതാണ്. എന്നിട്ടിപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഓപ്പണാണ്, അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് ഓപ്പണാണ്. അപ്പോൾ ഇത് 3 ആളുകാർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഓപ്പണാക്കി എനിക്ക് തിരിയും എന്ന് വെച്ചാൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവൻ ഓപ്പണാക്കി എനിക്ക് നന്നായിട്ട് തിരിയുന്നുണ്ട്. എൻ്റെ അനിയൻ ഓപ്പണാക്കിയാണെങ്കിൽ അന്നേരം അവന് വാട്സപ്പിലെല്ലാം മെസ്സേജ് ചെയ്യും, ഞാൻ ഓപ്പണാക്കി, ഞാൻ അത് അപ്ഗ്രേഡിന് കൊടുത്ത്, അങ്ങനെ കാര്യങ്ങളെല്ലാം അവൻ എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ ഞാനൊരു കാര്യം കുക്ക് ചെയ്ത് വെച്ചാൽ അവനെല്ലാം മാറ്റും. ഇത് 2-3 ആൾക്കാർ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അനിയൻ ഓപ്പൺ ആക്കുന്നില്ല, ഇപ്പോൾ ഓപ്പൺ ആക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ബിൽഡർ ബേസ് ഗെയിംസ് കളിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് വാർ കളിക്കും, പിന്നെ എല്ലാ ടാസ്ക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇത് ഞാൻ വാൾസ് ഏകദേശം അപ്ഗ്രേഡ് ആക്കി, എന്നിട്ട് ടാസ്ക്കെല്ലാം കംപ്ലീറ്റ് ആക്കി, എന്നിട്ട് അത് വേറൊരാൾ ഉണ്ടാക്കി വെച്ച സാധനത്തിന് വേറൊരാൾ നശിപ്പിക്കുകയെന്ന് വെച്ചാലില്ലേ, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു സൈക്കോപാത്തായിരുന്നു അവന്. ആ 3ാമത്തെ ഒരാൾ സൈക്കോപാത്ത് എന്ന് വെച്ചാൽ എനിക്കത് എന്തൊക്കെയോ ദേഷ്യം വന്ന്. അവനോട് എത്ര പറഞ്ഞു, എൻ്റെ അനിയനിങ്ങനെ വിളിച്ചിങ്ങനെ ഡെയിലി വിളിച്ചറിയുന്നുണ്ട്, നീ ഓപ്പൺ ആക്കണ്ട, അതെൻ്റെ ചേച്ചി കളിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നിട്ടും കേൾക്കുന്നില്ല. സൈക്കോപാത്ത് പോലെ അവൻ കളിക്കുന്നുണ്ടായിന്. അപ്പോൾ നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇതിലാണ്. പിന്നെന്ന് വെച്ചാൽ ആ ക്ലാന് ബിയർ ഹോക്സ് അങ്ങനത്തെ എന്തോ ക്ലാനാണ്. അപ്പോൾ അത് ഡള്ളായിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാനിൽ ആരും ഇല്ല. എന്നിട്ട് ഞാൻ അവസാനം എൻ്റെ ക്ലാനിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവന് അതിനെ മാറ്റാനെല്ലാം നോക്കി, അങ്ങനെ കുറേ പ്രശ്നമായി. ഇപ്പോൾ ഏകദേശം സോർട്ട് ഔട്ട് ആയിട്ടുണ്ട്, ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനിയനെ ഇങ്ങനെ വീഡിയോസിൻ്റെ താഴെല്ലാം കമൻറ്റ് ചെയ്യുന്നത്, എൻ്റെ വീഡിയോ എവിടെ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ടൈമെല്ലാം ഒത്തു വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്, എഡിറ്റ് ചെയ്ത് സംഭവം അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ആ 3ാമത്തെ ഒരാളുടെ പ്രശ്നം സോൾവ് ആയിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അവന് ഇടയ്ക്ക് കയറി വരില്ല എന്നെൻ്റെ ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ പോയിട്ട് ഞാൻ അവനെ എൽഡറും ആക്കിയിട്ടില്ല, മെമ്പറിൽ വെച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ
ആക്ച്വലി പേടിയാവുന്നു, എവിടെ വന്ന് കയറി എന്താ ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിന് എന്താ ചെയ്യുക എന്നുള്ള ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ചില ക്ലാൻ മെമ്പേഴ്സിനെല്ലാം ഇവരിങ്ങനെ അടികൂടുന്ന കാണുമ്പോൾ ഇവരെന്താ പറയുന്നത് എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവം. നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഉണ്ടാകുമ്പം ഫോക്സ് ക്യാപ്റ്റൻ, അതായത് ഈ അക്കൗണ്ട് ഹോൾഡർ ഫോക്സ് ക്യാപ്റ്റൻ എന്നാണ് പേരുള്ളത്. അപ്പോൾ അവനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. ചിലർക്കൊക്കെ കണ്ടു കാണാം, ഞാനാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടു കാണും, മറ്റേ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഒരാളും കൂടി ഇതിൽ കയറാറുണ്ട്, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മാത്രമല്ല ഈ അക്കൗണ്ട് എൻ്റെ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. അതായത് അനിയൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ മെയിൻറ്റെയിൻ ആക്കി ഇങ്ങനെ മെല്ലെ മെല്ലെ ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്നുണ്ട്. സെറ്റായി വന്നാൽ ചിലപ്പോൾ അവൻ തന്നെ എടുക്കുമായിരിക്കും, എടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ആക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 പേര് 2 പേര് ആൾക്കാരുടെ കയ്യിൽ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോൾ ബാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എപ്പോൾ വേണേലും ബാൻ വരാമെന്ന്, ആ ബാനിനെയും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുന്നുണ്ട്. കിട്ടിയാൽ ചിലപ്പോൾ എല്ലാവർക്കും കൂടി ബാൻ ചെയ്ത ഇമെയിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാൾക്ക് തന്നെ ഓപ്പൺ ആക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനിയന് വേണമെങ്കിൽ അനിയൻ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് എടുക്കാമല്ലോ. അപ്പോൾ ആ മൂന്നാമത്തെ ആ സൈക്കോപാത്തിന് എടുക്കേണ്ട ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയെന്ന് വെച്ചാൽ കുറേ സ്റ്റാഷ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ. നോക്കും ക്ലാൻ വാർ ലീഗ് മെഡൽസ് എത്രയാണ്? 1509 ക്ലാൻ വാർ ലീഗ്സ് മെഡൽസ് ഉണ്ട്. പിന്നെ ഡെക്കറേഷൻസിലാണെങ്കിൽ സ്റ്റാഷിൽ കുറേ ഐറ്റംസ് ഉണ്ട്, റെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സ്റ്റോറീഡ് സ്റ്റാച്ചു, എ പീസ് ഓഫ് ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഓരോന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഏകദേശം സ്പീഡപ്പ് ആക്കുവാണ്. അപ്പോൾ കുറേ ഡെക്കറേഷൻസ്, പ്ലേസിങ്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ അനിയനാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് അക്കൗണ്ട് റഷ് ആക്കിക്കൂടാ, പിന്നെ ജെംസ് ആദ്യം തന്നെ ഇങ്ങനെ കണ്ടമാന ജെംസ് യൂസ് ആക്കിക്കൂടാ, അത് പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് ബിൽഡേഴ്സ് എല്ലാം വാങ്ങിച്ചെന്നാൽ പിന്നെ ടെൻഷനൊന്നും ഇല്ലല്ലോ. റഷ് ആക്കിക്കൂടാന്ന് നല്ലോണം പറയും. ആദ്യം എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഞാനിങ്ങനെ കണ്ടമാനം ഈ ജെം യൂസ് ആക്കുമ്പോൾ അവൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, മണ്ടയ്ക്കൊരു കൊട്ടയ്ക്ക് തന്നായിരുന്നു. എന്തിനാ ജെം യൂസ് ആക്കുന്നത്, എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവന് അത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, ആ കളിയോട് അത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അക്കൗണ്ട് വേറെ കൊടുത്തെന്ന് പറഞ്ഞില്ല, ആ സൈക്കോപ്പാത്താണെങ്കിൽ ഇതിനെ റഷാക്കി വെച്ചിരിക്കണു. അപ്പോൾ അതിനെല്ലാം ഞാനിപ്പം ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് ഏകദേശം സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നവർക്ക് ഏകദേശം അക്കൗണ്ടിൽ പോയാൽ ഏകദേശം അറിയാം. എന്നാലും ടൈം ഇപ്പോൾ അപ്ഗ്രേഡിങ് ടൈമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് എന്നാലും ഞാൻ ഇനിയിപ്പോൾ അപ്ഗ്രേഡിങ് ഒന്നും പെട്ടെന്നൊന്നും ടൗൺ ഹോൾ അപ്ഗ്രേഡ് ഒന്നും ചെയ്യുന്നില്ല. ഇത് മൊത്തത്തിലൊന്ന് മാക്സ് ആയതിനു ശേഷം മാത്രമേ അപ്ഗ്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളാണെങ്കിലും എന്താ വെച്ചാൽ പെട്ടെന്നൊരു ടൗൺ ഹോളിലേക്ക് മാറണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ടമാനം റഷാക്കി അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കരുത്. എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യാന്നെല്ലാം പറയില്ലേ, ആസ്വദിച്ച് എല്ലാം ഇങ്ങനെ സ്മൂത്തായിട്ട്. ഇപ്പോൾ ഒരു കുട്ടി വളരുവാണെന്ന് ചോദിച്ചാൽ മെല്ലെ അതിൻ്റെ ആ വളർച്ചയെല്ലാം കണ്ടിട്ട് അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഈ അക്കൗണ്ടിനെയും ഇങ്ങനെ അതിൻ്റെ ഓരോരോ മാറ്റങ്ങളും മെല്ലെ സമയം പോലും അത് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ സ്ലോ അപ്ഗ്രേഡിങ് ആണ് എൻ്റേത്. അതായത് എല്ലാം മാക്സാക്കി മെല്ലെ ചെയ്യലാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്ലാൻ ക്യാപിറ്റലിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് പുതുമയൊന്നും എന്ന് വെച്ചാൽ ഓപ്പൺ ആക്കുമ്പോൾ ഒന്നും ഇതില്ല. എന്നാലും അവൻക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ സ്ക്രീന് ടച്ചിങ് കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അവനത് പുതുമയുള്ളതാണ്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സ്പീഡാക്കാം. ഇത് നമ്മുടെ ബിൽഡർ ബേസിലേക്കാണ് പോകുന്നുള്ളത്. ബിൽഡർ ബേസ് ജെം നിറഞ്ഞിട്ടുണ്ടല്ലോ. 15 സ്റ്റോറേജ് കപ്പാസിറ്റി. എത്രയുള്ള 14. ഓക്കെ, 14 സ്റ്റോറേജ് കപ്പാസിറ്റി. ഇതും റഷ്. ഓക്കെ, അതെ, ഞാനപ്പോൾ അന്നേരം പറയുന്നുണ്ടേ 15 കിട്ടണ്ടേ, 14 കിട്ടിയത് എന്താ പറയുന്നുണ്ടേ. അന്നേരം അവനത് നോക്കിയത്. അപ്പോൾ ടൗൺ ഹോൾ ബിൽഡർ ഹോൾ 8 എനിക്ക് തോന്നുന്ന അപ്പുറത്ത് ആ സംഭവം വന്നതിന് ശേഷം അവന് ഇല്ലയെന്ന് തോന്നുന്നു. യേശുദാടി ഇല്ലത് കണ്ട നമ്മുടെ പുതിയ കിണക്കുന്നുണ്ട് നമ്മുടെ ബിൽഡർ. ഹൂസ് OTT ഹീസ് ലിറ്റിൽ റോബോട്ട് ബഡി ഐ ബിൽഡ് ടു ഹെൽപ്പ് മീ ഔട്ട് സേ ഹലോ OTTO. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ OTTO വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ എത്ര വർഷമായി ഞാൻ കണക്കൂട്ടിട്ടില്ല.
അപ്പോൾ 2020 OTT വന്നിട്ടെന്നുള്ളത് അപ്പോൾ അന്നേരം തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഞാൻ 2020 തന്നെ അല്ലേന്ന്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയായി 2024 ആയില്ലേ ഇപ്പോൾ. 2024 വിടണ്ട, 2020 3 വർഷത്തിന് ശേഷമാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അല്ലേ, യെസ്. അപ്പോൾ 3 വർഷത്തിന് ശേഷം ഒന്നും ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മൾ ഹീലിംഗ് ആണെങ്കിലും നമ്മുടെ ബാറ്റിൽ കോപ്റ്റർ ആണെങ്കിലും അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, നമുക്കതെല്ലാം പൈസ ഇല്ലേ, ഓക്കേ, പൈസ നെഹി, വേറൊന്നും ചെയ്യാനില്ല. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു.